ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ ഞാൻ വീണ്ടും മുണ്ടോർമ്മ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അന്നത്തെ ഒരു ദിവസം രാവിലെ മുതൽക്കുള്ള വിശേഷങ്ങളാണ് ഇന്ന് കാണിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന വേറെയും കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ ഇതിൽ നല്ലൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയും കാണിക്കുന്നുണ്ട്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ കുട്ടികൾ സ്കൂളിൽ പോകുന്നതിൻ്റെ മുന്നേ തന്നെ ചിക്കൻ കറി ആക്കുകയാണ്. അപ്പോൾ ഇത് ലഞ്ചിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. നെയ്ച്ചോറും ചിക്കൻ കറിയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് നെയ്യും വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്തിട്ട് ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ കുറച്ചധികം തന്നെ ഉള്ളി ഉണ്ട്. 1.5 കിലോ ചിക്കനിലേക്ക് ഒരു 6 സവാളയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 5-6 ചെറിയ ഉള്ളി, പിന്നെ ഇതാ ഇത്രയും വെളുത്തുള്ളി, പിന്നെ കുറച്ച് മുളക് പൊടി, ഞാനിവിടെ 2 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ വലിയ ജീരകം, പിന്നെ 1 ടീസ്പൂൺ ചെറിയ ജീരകം. ഇതെല്ലാം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കുകയാണ്. മോളിതാ ഓട്ടടയിലേക്കുള്ള ചമ്മന്തി റെഡിയാക്കുകയാണ് കേട്ടോ. നമ്മളുടെ ചിക്കൻ കറിയിലേക്കുള്ള അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് വഴന്നു വന്നിട്ടുള്ള ഈ ഒരു സവാളയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. മിക്സിയുടെ ജാറിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് അരപ്പ് മുഴുവനായിട്ടും എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. വളരെ കുറച്ച് മാത്രം ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി. വളരെ സിമ്പിളല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഉമ്മ ഇവിടെ ഇതാ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് നെയ്ച്ചോറും ചിക്കൻ കറിയാണ് ലഞ്ചിന് കൊടുത്തുവിടാൻ വിചാരിക്കുന്നത്. കറിയിലേക്ക് കുറച്ചും കൂടെ ഉപ്പിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് ചിക്കൻ കറിയൊക്കെ വെന്ത് വരുമ്പോഴത്തേക്ക് ഞാൻ നിങ്ങൾക്ക് വേറൊരു വിശേഷം കൂടെ കാണിച്ചു തരാം. അപ്പോൾ ഇത് നിങ്ങൾ പലർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ കണ്ടു നോക്കുക. ഇത് ഞാൻ എയർപോർട്ട് റോഡ് കുന്നംപുറത്തുള്ള ബ്രൈറ്റ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ പോയപ്പോൾ എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. എല്ലാവർക്കും ഒന്നും യൂസ്ഫുൾ ആയിട്ടില്ലെങ്കിലും ചിലർക്കെങ്കിലും ഇത് യൂസ്ഫുൾ ആവും. അപ്പോൾ നിങ്ങൾ ഇത് ഉപകാരപ്പെടുന്നു തോന്നുന്നവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഹലോ, ഇപ്പൊ നമ്മള് എയർപോർട്ട് റോഡ് കുന്നംപുറമുള്ള ബ്രൈറ്റ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലാണ് ഉള്ളത്. ഇവരുടെ ഫസ്റ്റ് ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് അതൊക്കെ ഒന്ന് നോക്കിയിട്ട് വീഡിയോ കാണുന്ന വഴിയെ ഞാൻ എന്തെല്ലാം ഓഫർ എന്നൊക്കെ ഉള്ളതൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ആനിവേഴ്സറിന്റെ ഭാഗമായിട്ട് ഫെബ്രുവരി 26 ഇവിടെ പ്രോഗ്രാമുകളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പം അന്നത്തെ ദിവസം ആനിവേഴ്സറി ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നവരിൽ നിന്നും കൂപ്പണിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് ഡയമണ്ട് ആഭരണം സ്വന്തമാക്കാനുള്ള ഒരു അവസരം കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ വെറും 2.25% മാത്രം പണിക്കൂലി വരുന്ന കളക്ഷൻസ് ആണ് കേട്ടോ ഈ കാണുന്നതൊക്കെ. ഇത് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ ഒരു കോർണർ വരെ ഉണ്ട് ഈ ഒരു ഓഫറിൽ വരുന്ന കളക്ഷൻസ്. ഓഫർ ഉള്ളത് കൂടാതെ ഒരുപാട് നല്ല വേറെയും കളക്ഷൻസ് ഒക്കെ ഉണ്ട്. ഡയമണ്ട്സിലും അതുപോലെ തന്നെ പ്രഷ്യസിലും ഒക്കെ ഉണ്ട്. പിന്നെ മറ്റൊരു മഹത്തായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രൈഡ്സ് മാനേജ്മെന്റ് അർഹരായ 10 കല്യാണ പാർട്ടിക്ക് 5 പവൻ വീതം പണിക്കൂലി ഇല്ലാതെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ കണ്ടീഷൻസും കാര്യങ്ങളും നിങ്ങൾ ബ്രൈഡ്സ് മാനേജ്മെന്റുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അന്വേഷിച്ചറിഞ്ഞാൽ മതി. ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് വേറെയും ചില ഓഫറുകളൊക്കെ ഉണ്ട് കേട്ടോ. തിരഞ്ഞെടുക്കുന്ന 3 വിവാഹ പാർട്ടികൾക്കും അതുപോലെ തന്നെ 10 കസ്റ്റമേഴ്സിനും പണിക്കൂലി തിരികെ നൽകുന്നതാണ്. അപ്പം നിങ്ങൾ എന്തായാലും ഇവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്തൊക്കെ നോക്കുക. നല്ല ഒരു അവസരമാണല്ലോ ഈ ഒരു ഇന്നത്തെ കാലത്തെ ഭയങ്കര സ്വർണത്തിനൊക്കെ ഭയങ്കര വിലയുള്ള സമയമല്ലേ. അപ്പോൾ ഈ ഒരു ഓഫറുകളൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പം ഇതിൽ കസ്റ്റമേഴ്സിനെ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് നറുക്കെടുപ്പിലൂടെയാണ് തിരഞ്ഞെടുക്കുന്നത്.
അപ്പോൾ ഇത് കണ്ടോ, ഇത് നയൻതാര വെഡ്ഡിങ്ങിന് ഇട്ടിട്ടുള്ള ആ ഒരു സെയിം ചെയിനാണ് കേട്ടോ. അപ്പോൾ എയർപോർട്ട് റോഡ് കുന്നംപുറമുള്ള ബ്രൈറ്റ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ എന്തായാലും നിങ്ങൾ വിസിറ്റ് ചെയ്ത് നോക്കുക. ഈ ഒരു ആനിവേഴ്സറിൻ്റെ സമയത്ത് തന്നെ നിങ്ങൾ വിസിറ്റ് ചെയ്ത് നോക്കുക. ഫെബ്രുവരി 1 മുതൽ ഏപ്രിൽ 25 വരെ ഈ ഒരു ഓഫർ ഉണ്ട്. അപ്പം എന്തായാലും ഈ ഒരു സമയങ്ങളിലൊക്കെ വന്നിട്ട് ഇവിടുത്തെ കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന യൂസ്ഫുൾ ആവും തോന്നുന്നവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് മുണ്ടുറുമ്പ് വീട്ടിലെ വിശേഷങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരാം. ഷെയ്സ് എണീറ്റടി. അപ്പോൾ ഇതാ നമ്മളുടെ ചിക്കൻ കറി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ സെറ്റായി. അപ്പം എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റുള്ള കറിയാണ്. ഈ സമയം കൊണ്ട് നെയ്ച്ചോറും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾ പോകുന്ന ആ സമയത്തത്തെ ജഗപൊക്കെയൊക്കെ കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതവിടെ ചേച്ചി ക്ലീനിങ്ങിന് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാ ഉപ്പയും കോടതിയിലേക്ക് പോയിട്ടോ. ഇനി മോളിയും കാക്കിയും പോകാനുണ്ട്. അവരും കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാനും ഉമ്മയും അതിവക്കുട്ടിയും മാത്രമേ ഉള്ളൂ. മോളി ഓഫീസിൽ പോകാൻ നേരത്തെ ഇതാ അതിവക്കുട്ടി എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൾ എഴുന്നേറ്റ് ആ ഒരു കുറുമ്പിലാണ്. കുഞ്ഞിക്കുടു ആരാ? അപ്പന്നെയാണ്. ആരുതാണ്? താത്ത എവിടെ? താത്ത എവിടെ? ദിവാ അപ്പോൾ രാവിലത്തെ ജഗപൊക്കെയും കഴിഞ്ഞു. ഇനി ലഞ്ചിനുള്ള കാര്യങ്ങളും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ ക്ലീനിങ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് വേഗത്തിൽ ചെയ്യട്ടെ. എല്ലാം കഴിഞ്ഞതിന് ശേഷം ഉമ്മയും ഞാനും അതിവക്കുട്ടിയും കൂടെ ചെറുതായിട്ടൊന്നൊരു ഷോപ്പിങ്ങിന് പോകാനുണ്ട്. അപ്പോൾ കിച്ചൺ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അപ്പോൾ ഉമ്മ അവിടെ അധികം കുട്ടിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കലും അവളെ കുളിപ്പിക്കണൊക്കെ തിരക്കിലാണ്. അതിവക്കുട്ടി ഇതാ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ ഞാനും കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ ഞങ്ങളിപ്പോൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാനും ഉമ്മയും തന്നെ ഉള്ളൂ കഴിക്കാൻ. കാക്ക വന്നിട്ടില്ല. കാക്ക കുറച്ച് ലേറ്റായിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉപ്പയും തന്നെ അന്ന് ലഞ്ച് കഴിക്കാൻ വന്നിട്ടില്ലായിരുന്നു കേട്ടോ. ചിക്കൻ കറി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നെയ്ച്ചോറിലേക്കും പൊറോട്ടയിലേക്കും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും.
പിന്നെ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ കാക്കയും കാക്കാൻ്റെ ഫ്രണ്ടും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അവർക്ക് ഫുഡൊക്കെ കൊടുത്ത് അവർ പോയതിന് ശേഷം പിന്നെ ഞാനും ഉമ്മയും അദിവക്കുട്ടിയും കൂടെ ചെറിയൊരു ഔട്ടിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മൾ ഓട്ടോ വരാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. തിരിഞ്ഞ് നടക്കുക. എന്നാ ബായ്, ഞങ്ങൾ പോവാ. ബായ്. എന്നാ വാ. അധികം കുട്ടിക്ക് എങ്ങോട്ടെങ്കിലും പോവാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം പോവാന്ന് പറഞ്ഞ് ഡ്രസ്സ് മാറിയതിന് ശേഷം പിന്നെ ആള് വേഗം പുറത്തിറങ്ങി. ഞങ്ങൾ കുന്നുമ്മൽക്ക് തന്നെയാണ് കേട്ടോ പോണത്. അങ്ങനെ ചില്ലറ കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പം ഉമ്മാക്കും വാങ്ങിക്കാണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടെ ഒരുമിച്ച് അങ്ങനെയാണ് ഇറങ്ങിയതാണ്. ഉമ്മാക്ക് ബാഗ് നോക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു കേട്ടോ. എനിക്ക് വേറെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. ഹോൾക്കാന്ന് മൈൻഡില്ലേ ഇതൊക്കെ മാല കയ്യിലല്ല കഴുത്തില്. വേണോ ഇത് വേണോ? അയ്യവ നല്ല രസമുണ്ട്, നല്ല രസമുണ്ട്. അങ്ങനെ ഞങ്ങളൊരു ചായക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിൽ കയറി. ദീപക്ക് അതിവ് അവിടെ ഇങ്ങനെ സ്ട്രോയും പിടിച്ചിട്ട് അതിലിങ്ങനെ ക്ലാസ്സിൽ കളിച്ചിരിക്കുകയാണ്. അവൾ പോരണേ ഇല്ലട്ടോ വിളിച്ചിട്ട്. ലാസ്റ്റ് അങ്ങനെ അവളെടുത്തിട്ട് അങ്ങനെ പോന്നു കേട്ടോ. ഞങ്ങൾ പോവാന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളെ കൂടെ പോന്നു. ഇനി ചെടി നോക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ചെടിയുടെ ഒരു ഷോപ്പിലും കൂടെ ഇറങ്ങണം. അപ്പോൾ ഈ ചെടിയാട്ടോ വാങ്ങിയത്. അപ്പോൾ മുണ്ടോർമ്പ് വീട്ടിൽ ഒറ്റ ചെടികളും ഇല്ലല്ലോ. പണ്ടൊക്കെ കുറേ മുന്നേക്ക് ഉപ്പ നല്ലോണം ചെടികൾ ഉണ്ടാക്കുമായിരുന്നു കേട്ടോ. ഒരുപാട് ചെടികളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നുമില്ല. അപ്പോൾ മോളിക്കും തന്നെ ജോലിക്കോ പോയിട്ട് അങ്ങനെയും സമയമില്ല. ഉമ്മയും പിന്നെ കുറച്ചൊക്കെ ബിസിയായി. അതുകൊണ്ട് ചെടികളൊന്നും തന്നെ ഇല്ല. അപ്പോൾ ഞാൻ വെറുതെ സിറ്റ് ഔട്ടിൽ വെക്കാൻ വേണ്ടിയിട്ട് 2 ചെടികൾ എടുത്തതാണ്. ഈ ചെടിയാകുമ്പോൾ അധികം കെയറിങ്ങോ അങ്ങനെ ആവശ്യമൊന്നും ഇല്ല താനും. അപ്പോൾ പിന്നെ ആ 2 ചെടികൾ വാങ്ങി. അപ്പോൾ അത് ഞാൻ തൽക്കാലം ഒരു പോട്ടിൽ വെറുതെ അതുപോലെ അങ്ങനെ ഇറക്കി വെച്ചതാണ്. പിന്നെ കുറച്ചും കൂടെയൊക്കെ വലുതായിട്ട് അതിൻ്റെ ആ ഒരു പോട്ട് മാറ്റിയാൽ മതിയാവും. ഈ ചെടിയാകുമ്പോൾ ഇതിൻ്റെ തളിര് വരുന്നതൊക്കെ ഈ ഒരു റെഡ് കളറിലായിരിക്കും. അപ്പോൾ നല്ല ഭംഗിയായിരിക്കുമല്ലോ കാണാൻ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു രസമാണല്ലോ. അപ്പോൾ ഇതാണ് കേട്ടോ മുണ്ടോർമ്പ് വീട്ടിലെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.